Hello, my dear students. നമ്മൾ ഇന്ന് സോൾവൻസി റേഷ്യോയിൽ ബാക്കിയുള്ള കുറച്ച് റേഷ്യോസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ്വർത്ത് ഓർ ഫിക്സഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ ആണ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആണ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് അസറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ, സാധാരണ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഹോൾഡറിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഫിക്സഡ് അസറ്റ്സ് കമ്പനി വാങ്ങിയിട്ടുണ്ട്, ഇതാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 0.75 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, പ്രൊപ്രൈറ്ററിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 0.75, അതായത് 75% ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി 25% ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഒരു അസംഷൻ. നമുക്ക് അതിൽ പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് വൺ ഇസ് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് പ്ലസ് ലോങ് ടേം ബോറോഡ് ഫണ്ട് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷന് ശേഷമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്തിനാ കണ്ടുപിടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിയുടെ ഫണ്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ ലോങ് ടേം ഫണ്ട്സിനെയാണ് അനാലിസിസ് ചെയ്യുന്നത്. ലോങ് ടേം ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഷെയർ ഹോൾഡർ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലോങ് ടേം ഫണ്ട്സിൽ എന്തൊക്കെയുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഉണ്ട്, ലോങ് ടേം ബോറോയിങ്സും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എന്തോരം ഫിക്സഡ് അസറ്റ്സ് ആണ് കമ്പനി വാങ്ങിയിട്ടുള്ളതെന്നാണ് ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.67:1 എന്നുള്ളതാണ്. അതായത് 62% അല്ലെങ്കിൽ 60 ആ ലെവൽ ഓഫ് പെർസെൻറ്റേജ് 62.2/3% എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് സാറ്റിസ്ഫാക്ടറി. ഒരിക്കലും 1:1 ആവാൻ, അതിനേക്കാൾ കൂടുതലാവാനായിട്ട് പാടില്ല. ദെൻ ഹയർ റേഷ്യോ എന്ന് പറയുമ്പോൾ സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോവർ റേഷ്യോ ആണ് എപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്, ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഇനി നമുക്ക് ഓരോ ഐറ്റവും ഏത് കാറ്റഗറിയിൽ പെടും എന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ഫണ്ട് ആണ്. ഷെയർ ഹോൾഡർ ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ഫണ്ട്സിന്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതും എന്തിൽ പെടും, ലോങ് ടേം ഫണ്ട്സിൽ പെടും. ലോങ് ടേം ലോൺസ്, അത് ലോങ് ടേം ബോറോഡ് ഫണ്ട്സിൽ പെടുന്നതാണ്, അത് നമുക്ക് എടുക്കാം. 6% ഡിബഞ്ചേഴ്സ് 1,25,000, അതും എന്തിൽ പെടുന്നതാണ്, ലോങ് ടേം ബോറോഡ് ഫണ്ട്സിൽ പെടുന്നതാണ്. ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 75,000, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെയർ ഹോൾഡറിന്റെ ഫണ്ടിൽ വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ലോങ് ടേം ഫണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കറന്റ് ലയബിലിറ്റി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ആവശ്യമില്ല. ഫിക്സഡ് അസറ്റ് നെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ദെൻ അടുത്ത കറന്റ് അസറ്റ്സ് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഫിക്സഡ് അസറ്റ്സ് വരുന്നത് 7,50,000 ആണ്. അപ്പൊ അത് നമ്മൾ ഫിക്സഡ് അസറ്റ്സിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി ലോങ് ടേം ഫണ്ട്സിന്റെ ടോട്ടൽ കാണുന്നു. ടോട്ടൽ വരുന്നത് 6 lakh ആണ്. സോ 7,50,000 ഡിവൈഡഡ് ബൈ 6 lakh ചെയ്യുമ്പോൾ നമുക്ക് 1.25:1 അല്ലെങ്കിൽ 125% എന്ന് കിട്ടും. നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, മോർ ദാൻ സ്റ്റാൻഡേർഡ് റേഷ്യോ ആണ്. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സൗണ്ട് നല്ലതല്ല, നോർമൽ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ത് എഴുതണം, സ്റ്റാൻഡേർഡിനേക്കാളും ഒരുപാട് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ കമ്പനി ഫൈനാൻഷ്യലി സൗണ്ട് അല്ല എന്ന് വേണം നമ്മൾ അവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ലോങ് ടേം ഫണ്ട്സിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നും കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഐറ്റത്തിന്റെ കോമ്പിനേഷൻ ആണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെയും അതുപോലെ തന്നെ ലോങ് ടേം ബോറോയിങ്സിന്റെയും. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നാളെ വരുമ്പോൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഫോർമുലാസും എന്തെങ്കിലും പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് നിങ്ങൾ നാളെ വരുമ്പോൾ നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്.
ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ് ആണ്. ഇത് മൂന്നുമാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കമ്പനി കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റേൺ ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. അതായത് പ്രിഫറൻസ് ഷെയറിന്റെയും ഡിബഞ്ചറിന്റെയും ലോങ് ടേം ലോൺസിന്റെ ഒന്നും ഇൻട്രസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറില്ല. അത് ഫിക്സഡ് ആയിട്ട് അവരത് പേ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഡിനോമിനേഷൻ നോക്കിയാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ അമൗണ്ടും അതുപോലെ തന്നെ എല്ലാ റിസർവ്സും സർപ്ലസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പൊസിഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ റേഷ്യോ ആണ് എപ്പോഴും ബെറ്റർ ആവുക. ഹയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അത്ര സൗണ്ട് പൊസിഷൻ അല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ലതല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോ ആണെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ലതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്പർ 7 ആണ്. അതിനകത്ത് കാൽക്കുലേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് കൊച്ചിൻ ട്രേഡിംഗ് ലിമിറ്റഡ്. അത് നമുക്ക് മുന്നേ നമ്മൾ ചെയ്തൊരു പ്രോബ്ലം ആണ്. പക്ഷെ അതിനകത്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേർ ഇൻ ഡിബഞ്ചർ ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആർ എമൗണ്ടഡ് ടു 2,50,000. ഡിബഞ്ചറിന്റെ അമൗണ്ടും പ്രിഫറൻസ് ക്യാപിറ്റലിന്റെ അമൗണ്ടും കൂടെ 2,50,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സിന്റെ അമൗണ്ട് 2,50,000 ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് 3,30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാണാം. ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും നമുക്ക് തന്നിട്ടുണ്ട്. ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും കൂട്ടുമ്പോൾ നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് amount കിട്ടി 2,50,000. ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ amount 3,30,000 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 0.76:1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. ഇപ്പൊ നോക്കുമ്പോൾ ഇത് ഹയർ ആണ് അല്ലെ, ഹയർ റേഷ്യോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഹയർ റേഷ്യോ ആകുമ്പോൾ നമുക്ക് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അത്ര നല്ലതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് കവറേജ് റേഷ്യോ ആണ്. കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ കടങ്ങളൊക്കെ ഇല്ലേ, ആ കടങ്ങൾ അവർക്ക് എല്ലാം ഒരുമിച്ചല്ല അവരടയ്ക്കുക. എങ്ങനെയാണ് അവരടയ്ക്കുക? ഇൻട്രസ്റ്റ് ആയിട്ടാണ് അടയ്ക്കുക. അപ്പൊ കമ്പനിയുടെ ഇൻട്രസ്റ്റ് പേയിങ് കപ്പാസിറ്റിയാണ് കവറേജ് റേഷ്യോ നോക്കുന്നത്. ഇൻട്രസ്റ്റ് മാത്രമല്ല, സ്ഥിരമായിട്ട് അവർ അടച്ചു പോകേണ്ട എല്ലാ കാര്യങ്ങളും, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ ഡിവിഡൻഡ് ആയിക്കോട്ടെ, അതെല്ലാം ഈ ഒരു സെക്ഷനിൽ കവറാണ്. അപ്പോൾ കമ്പനിയുടെ ഡെപ്റ്റ് സർവീസിങ് കപ്പാസിറ്റി, കമ്പനിക്ക് കറക്റ്റ് ആയിട്ട് പീരിയോഡിക് പേയ്മെന്റ്സ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് കവറേജ് റേഷ്യോ പഠിക്കുന്നത്. കവറേജ് റേഷ്യോയിലെ ആദ്യത്തെ റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്പനിക്ക് റെഗുലർ ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് അതിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർമുല എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്, അതായത് ഇൻട്രസ്റ്റും അതുപോലെ ടാക്സും പേ ചെയ്യുന്നതിന് മുൻപുള്ള അവരുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇതിനെ പറയുന്ന വേറൊരു പേര് ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്നാണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 to 7 times ആണ്. ഒരു പ്രോബ്ലം ഉണ്ട്, എക്സാമ്പിൾ നമ്പർ 8. ഈ എക്സാമ്പിൾ നമ്പറിൽ ഈ പ്രോബ്ലത്തിൽ നോക്കുക. The operating profit of A Limited after charging interest on debenture and tax is 1,60,000. പ്രോഫിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ എന്ത് ചാർജ് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചറിന്റെ ടാക്സും കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് 1,60,000 ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്ക് ഫോർമുല വെച്ച് എന്ത് പറ്റുള്ളൂ? ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കൊടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അടുത്ത നോക്കുക, ദ amount of interest is 40,000. ഇൻട്രസ്റ്റിന്റെ amount അവർ തന്നിട്ടുണ്ട്, എത്രയാണ്? 40,000 ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 80,000. ടാക്സിന്റെ amount എത്രയാണ്? 80,000 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് amountഉം 1,60,000 ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എന്ത്? 1,60,000. അതിന്റെ കൂടെ ഇൻട്രസ്റ്റിന്റെ amount 40,000, ടാക്സിന്റെ amount 80,000 ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. amount എത്ര വരും? 2,80,000 വരും.
അപ്പോൾ നമ്മുടെ കവറേജ് റേഷ്യോ എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 40,000 ആണെന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്ലൈയിങ് ടു ദ ഫോർമുല 2,80,000 divided by 4,000, 40,000 will be getting 7 times. 6 to 7 times എന്താണ്? നോർമൽ ആണെന്ന്, സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഇൻട്രസ്റ്റ് പേയിങ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. Then next one is dividend coverage ratio. Dividend coverage ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി ആണ് ഈ ഒരു റേഷ്യോ ഷോ ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഹയർ കവറേജ് റേഷ്യോ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോവർ ആണെങ്കിൽ അവർക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ ഡിവിഡൻഡിൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ ഈ ഒരു ഫോർമുല കൺസിഡർ ചെയ്യുന്നുള്ളൂ. നേരത്തെ പറഞ്ഞത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ലോങ് ടേം ഡിബഞ്ചർ ആയിരിക്കാം, ലോങ് ടേം ലോൺ ആയിരിക്കാം, അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഇതിന് നമുക്ക് പ്രോബ്ലം ഇല്ല. അടുത്തത് ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ ആണ്. ഇതിനെ ഫിക്സഡ് ചാർജ് കവറേജ് റേഷ്യോ എന്നും കൂടെ പറയും. അതായത് കമ്പനിയുടെ എല്ലാവിധ ഒബ്ലിഗേഷൻസും അവരുടെ ഏർണിങ്സിൽ നിന്ന് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. കമ്പനിയുടെ എല്ലാവിധ മാസം അല്ലെങ്കിൽ വർഷത്തിൽ കൊടുക്കുന്ന എല്ലാ പേയ്മെന്റ്സും കമ്പനിയുടെ വരുമാനത്തിൽ നിന്ന് പേ ചെയ്യാനായിട്ട് അവർക്ക് വരുമാനം ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജ് ആണ്. EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിംഗ്സ് ബിഫോർ ഇൻകം ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജ്. അതിനകത്ത് എന്തൊക്കെ പെടും? നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റും പെടും, ഡിവിഡൻഡും പെടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. നന്നായിട്ട് ഇത് നോക്കുക. ഫോർമുലാസ് ഒക്കെ നാളെ വരുമ്പോൾ നോട്ടിൽ ഉണ്ടായിരിക്കണം. 2-3 പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറയാൻ കാരണം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസ് തുടങ്ങാനായിട്ട് സാധിക്കും. താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, സർപ്ലസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 2-3 പ്രോബ്ലം ഡിസ്കസ്